വെൽക്കം. തഹ്മാനാണ്. ഹെമറ്റോളജി വീഡിയോ സീരീസിൽ നമ്മൾ ഹീമോസ്റ്റാസിസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിവിടെ പ്രധാനമായിട്ടും കാണുന്നത് ബ്ലഡ് കൊയാഗുലേഷൻ ആണ്. ബ്ലഡ് കൊയാഗുലേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ 90% നമ്മൾ പറയാം. അതിൽ ഇൻട്രിൻസിക് പാത്വയെ കുറിച്ച് പറയും, എക്സ്ട്രിൻസിക് പാത്വയെ കുറിച്ച് പറയും, കോമൺ പാത്ത്. ഇതാണ് പ്രധാനം. ഹീമോസ്റ്റാസിസ് 1 വീഡിയോ നമ്മൾ നേരത്തെ കഴിഞ്ഞു. സോ അതിനകത്ത് എന്താണ് ഹീമോസ്റ്റാസിസ് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ വാട്ട് ആർ ദ ഇവന്റ്സ് പറഞ്ഞു. 5 ഇവന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് വാസോ കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു, രണ്ടാമത്തത് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ പറഞ്ഞു. സോ ഇത് ഈ രണ്ട് ഇവന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിന് തുടർച്ചയാണ് ഇവിടെ നടക്കുന്ന മൂന്നാമത്തെ ഇവന്റും 4ാമത്തെ ഇവന്റും 5ാമത്തെ. മൂന്നാമത്തെ ഇവന്റ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ഓർ കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാലും ക്ലോട്ടിംഗ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇത് ഉണ്ടായതിനു ശേഷം ക്ലോട്ട് അങ്ങനെ തന്നെ ഇരുന്നപ്പോൾ ക്ലോട്ട് റിട്രാക്ട് ചെയ്യണം, ചുരുങ്ങണം, ട്രാക്ഷൻ ആൻഡ് റിപ്പയർ ചെയ്യണം. സോ അതാണ് 4ാമത്തെ സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പ് ഉണ്ടായ ഫൈബ്രിനെ നശിപ്പിക്കണം, ഫൈബ്രിനോലൈസ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപ്പോൾ ഈ വീഡിയോയിൽ പറയും. 3 പോയിന്റ്. ഇത് കഴിഞ്ഞ വീഡിയോയിലെ പടമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ബ്ലഡ് വെസൽസ് ഒന്ന് ചുരുങ്ങുന്നു, ബ്ലഡ് വെസൽ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഓക്കെ, ബിക്കോസ് ദർ ഇസ് എ മുറിവ്. ഇവിടെ ഒരു മുറിവ് ഉണ്ടായിരിക്കുന്നു, ഇതായിരുന്നു ആ മുറിവ്. ചുരുങ്ങുന്നു, പ്ലേറ്റ്ലെറ്റ്സ് അവിടെ വന്ന് ഒട്ടിച്ചേരുന്നു, കൂടുതൽ പ്ലേറ്റ്ലെറ്റ്സ് അവിടെ വന്നു ചേരുന്നു, അവ കട്ട പിടിക്കുന്നു, പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്യുന്നു. സോ ഇതായിരുന്നു ആ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്യുന്നു. സോ ഈ ഉണ്ടായ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് അത്ര ശക്തമല്ല, അത് എപ്പോഴാണെങ്കിലും വിട്ടുപോകുക. സോ അതിനു മുകളിൽ ഇതിനെ ഉറപ്പിക്കുന്ന കുറച്ച് ബലപ്പെടുത്തുന്ന എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കണം. സോ അതിനാണ് നമുക്ക് ഫൈബ്രിൻ ത്രെഡ്സ് വേണം. ഫൈബ്രിൻ ത്രെഡ്സ് ഇങ്ങനെ വെച്ച് ഇതിന്റെ മുകൾ ഭാഷം ഒന്ന് മുറുക്കുക, പിന്നെ വീണ്ടും പ്ലേറ്റ്ലെറ്റുകൾ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും അത് സ്ട്രോങ് ആവും. സോ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതുണ്ടാക്കാനുള്ള മാർഗങ്ങളും സമാന്തരമായിട്ട് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ആൻഡ് ആദ്യമായിട്ടുണ്ടായിരുന്ന ഈ ഹീമോസ്റ്റാറ്റിക് പ്ലഗ്, ഇതാണ് ഫസ്റ്റ് പ്രൈമറി ഹീമോസ്റ്റാറ്റിക് പ്ലഗ്. സോ ഇതിന്റെ കൂടെ ഫൈബ്രിനും കൂടി ഒട്ടിച്ചേരുമ്പോഴത്തേക്കും നമുക്ക് സെക്കൻഡറി ഹീമോസ്റ്റാറ്റിക്, ഇങ്ങനെ ഫൈബ്രിൻ കൂടി ഇവിടെ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് ഉറപ്പുള്ള സെക്കൻഡറി ഹീമോസ്റ്റാറ്റിക് പ്ലഗ് ഫോം ചെയ്യും. അല്ലെങ്കിൽ അതിനെ നമുക്ക് പെർമനന്റ് ഹീമോസ്റ്റാറ്റിക് പ്ലഗ് എന്നും വിളിക്കാറുണ്ട്. പെർമനന്റ് ഹീമോസ്റ്റാറ്റിക് പ്ലഗ്. സോ ഇത് ഉണ്ടാക്കുന്ന പണിയെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന് വിളിക്കുക. സോ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് ഇതാണ്. ഓർ നമ്മൾ അതിനെ ക്ലോട്ട് ഫോർമേഷൻ എന്ന് പറയുന്നത് ഇത്. ക്ലോട്ട് ഫോർമേഷൻ. ആദ്യത്തേത് പ്ലഗ് ഫോർമേഷൻ ആണ്. പ്ലഗ്സ് ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. അതിന് കൂടെ ഫൈബ്രിൻ കൂടി വരുമ്പോഴാണ്, ഫൈബ്രിൻ മാത്രമല്ല ഫൈബ്രിൻ ത്രെഡ്സ് വരുമ്പോഴാണ് നമ്മൾ അതിനെ ക്ലോട്ട് എന്ന് വിളിക്കും. സോ നമുക്ക് ക്ലോട്ട് ഉണ്ടാക്കാം. സോ ക്ലോട്ട് ഉണ്ടാക്കാൻ രണ്ട് വഴികൾ ഓർ 2 pathways. 2 pathways are there for to make a clot. ആദ്യത്തേത് ഇൻട്രിൻസിക് ആണ്. ഇൻട്രിൻസിക് പാത്വേ ആണ് ആദ്യത്തേത്. ഇതിനൊരു 3 to 4 or 4 to 5 മിനിറ്റ് വരെയൊക്കെ പിടിക്കും, 5 മിനിറ്റ് വരെയൊക്കെ പിടിക്കും. രണ്ടാമത്തത് എക്സ്ട്രിൻസിക് ആണ്. എക്സ്ട്രിൻസിക് പാത്വേ പെട്ടെന്നാണ്, 30 സെക്കൻഡ്സ് മതി. ഓക്കെ, സോ ദിസ് ദ ഫാസ്റ്റസ്റ്റ് പാത്ത്, വേഗത്തിൽ നടക്കുന്ന പാത്വേ ആണ്. ഇനി ഈ 2 പാത്വേയും കൂടി വന്ന് ഒരുമിക്കുന്ന സ്ഥലം, ഇതിങ്ങനെ വന്ന് ഇവിടെ അവസാനിക്കുന്ന സ്ഥലം, അതിനെ നമ്മൾ കോമൺ പാത്വേ എന്നാണ് വിളിക്കുക. സോ ഈ പാത്വേ ഇങ്ങോട്ടേക്ക് പോയി ഫൈബ്രിൻ ക്ലോട്ട് ഉണ്ടാകുന്ന പാത്വേ നമ്മൾക്ക് കോമൺ പാത്വേ എന്ന് വിളിക്കും. സോ കോമൺ പാത്വേ ആണ് അടുത്ത്. ഈ ഇൻട്രിൻസിക് പാത്വേ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. വാട്ട് ഈസ് ദിസ് ഇൻട്രിൻസിക് പാത്വേ? ഇൻട്രിൻസിക് പാത്വേ രക്തക്കുഴലിൽ തന്നെ നടക്കുന്ന പാത്വേ ആണ്. ബ്ലഡ് വെസൽസിനകത്താണ്. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇൻട്രിൻസിക് എന്ന് വിളിക്കുക. പുറത്ത് നിന്ന് ആരുടെയും സഹായമില്ലാതെ നടക്കുന്ന പാത്വേ ആണ്. പുറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളാജിൻ വരെ പോകാം. സോ ബ്ലഡ് വെസൽസ് ആൻഡ് അപ് ടു കൊളാജിനായിട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പാത്വേ ആണത്. സോ ബ്ലഡ് വെസൽസ് ആൻഡ് കൊളാജിൻ, അത്രേ ഉള്ളൂ. ഇതിന്റെ പുറത്തേക്ക് അങ്ങോട്ടേക്ക് പോകുന്നില്ല. സോ ഇവിടെ വെച്ചിട്ട് തന്നെ ബ്ലഡ് വെസൽസിന്റെ അകത്ത് തന്നെ ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ ഇൻട്രിൻസിക് പാത്വേ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ ബ്ലഡ് എടുക്കുന്നു എന്നിരിക്കുക. ബ്ലഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെയും കട്ട പിടിക്കുന്നുണ്ട്. സോ ഇതും ഇൻട്രിൻസിക് ആണ്. ഇൻട്രിൻസിക് അതെന്തുണ്ടാന്ന് വെച്ചാൽ ഈ ഗ്ലാസ്, ഇതിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ നെഗറ്റീവ് ചാർജ് ഉള്ളപ്പോഴത്തേക്കും ആദ്യം ആക്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ ഏതാന്ന് നോക്കും. സോ അത് ഫാക്ടർ 12 ആണെങ്കിൽ ഫാക്ടർ 12 ആക്ടിവേറ്റ് ചെയ്യുന്ന പാത്വേ ആണ് നമ്മൾ ഇൻട്രിൻസിക് പാത്വേ എന്ന് വിളിക്കുക. സോ ബ്ലഡ് ടെസ്റ്റ് ട്യൂബിനകത്ത് വെച്ച് നടക്കുന്നതും ബ്ലഡ് വെസൽസിനകത്ത് വെച്ച് നടക്കുന്നതും ഇൻട്രിൻസിക് പാത്വേ ആണ്. അപ്പൊ എക്സ്ട്രിൻസിക് ഏകദേശം പിടിയിട്ടിട്ടുണ്ടാവും. ബ്ലഡ് വെസൽസ് മുറിവുണ്ടാവുന്നു, പുറത്തേക്ക് വന്ന് ടിഷ്യൂ ആയിട്ട് എക്സ്പോസ്ഡ് ആണ്. സോ ടിഷ്യൂ, സോ ഇവിടെ വെച്ച് കണ്ടുമുട്ടുന്ന ടിഷ്യൂ ഫാക്ടർ. സോ ടിഷ്യൂ ഫാക്ടർ മൂലം വേഗത്തിൽ നടക്കുന്ന പാത്വേ ആണ് നമ്മൾ എക്സ്ട്രിൻസിക് പാത്വേ എന്ന്. സോ ഇത് ഫാസ്റ്റ് ആണ്. ഇറ്റ് ഈസ് എക്സ്പോസ് ടു സം ടിഷ്യൂസ്. സോ അതുകൊണ്ടാണ് എക്സ്ട്രിൻസിക്. ഇപ്പോൾ ഇത് ഇൻസൈഡ് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് പാത്വേ എന്ന് നമ്മൾ വിളിക്കുക. നമുക്ക് കുറച്ച് ബേസിക്സ് പറഞ്ഞിട്ട് പാത്വേയിലേക്ക് പോകാം. സോ ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എല്ലാം തന്നെ ലിവറിലാണ് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാം. സോ ലിവറിൽ നിന്നാണ് ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എല്ലാം ഉണ്ടാകുന്നത്.
ഉണ്ടാവുക. സോ ലിവർ ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ആൻഡ് ഉണ്ടായ എല്ലാം തന്നെ ഇനാക്റ്റീവ് ആണ്. ഇനാക്റ്റീവ് ആണോ അല്ലയോ ഒരു സംഭവം എന്ന് നോക്കാനായിട്ട് അതിന്റെ മുന്നിൽ ഓജൻ എന്ന വാക്കുണ്ടോ നോക്കി. ഓജൻസ് ഉള്ളതൊക്കെ ഇനാക്റ്റീവ് ആയിരിക്കും. അതിന് നമ്മളിപ്പോൾ ഉദാഹരണം പ്ലാസ്മിൻ, ഫൈബ്രിൻ. സോ ഇനാക്റ്റീവ് ആണ് ഇങ്ങനെയുള്ള സംഭവം. സോ എല്ലാം ഇനാക്റ്റീവ് ആണ്. ഇതെല്ലാം ആക്റ്റീവ് ആക്കണം, അപ്പോഴാണ് പ്രവർത്തിക്കത്തുള്ളൂ. ആൻഡ് ഇത് ആക്റ്റീവ് ആവാനായിട്ട് പലതിന്റെയും സഹായം ആവശ്യം വരും. ഓക്കെ, അപ്പൊ അതിനെയൊക്കെ നമ്മൾക്ക് കോഫാക്ടേഴ്സ് എന്നായിരിക്കും നമ്മൾ വിളിക്കുക. സോ കോഫാക്ടേഴ്സ് വേണം നമുക്ക്. ദെൻ ഇവിടെ ഉള്ള പല ഫാക്ടേഴ്സും വേണം, ഫാക്ടേഴ്സും കൂടെ വേണം. വൈറ്റമിൻ കെ പോലുള്ള ചില ഫാക്ടേഴ്സ് ഒക്കെ വേണം നമുക്ക്. ദെൻ ഫാക്ടർ 4 എന്ന് പറയുന്നത് കാൽഷ്യം ആണെന്ന് ഓർത്തിരിക്കുക. ഫാക്ടർ 4 കാൽഷ്യം ആണ്. നമ്മളിവിടെ കാൽഷ്യം എന്നേ പറയത്തുള്ളൂ. അപ്പോൾ ആക്ച്വലി ഇറ്റ് ഈസ് ഫാക്ടർ 4 ആണ്. ഇങ്ങനെയാണ് എഴുതേണ്ടത്, റോമൻ ലെറ്ററിലാണ് ഫാക്ടർ എഴുതേണ്ടത്. ദെൻ ഫാക്ടർ 8ഉം ഫാക്ടർ 5ഉം ഈ ഇതിനകത്തൊന്നും വരുന്നില്ല, പക്ഷെ രണ്ടും ഫാക്ടർ 8 എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതണം. 8 ആൻഡ് ഫാക്ടർ 5 എന്ന് പറയുമ്പോൾ ഇങ്ങനെ. ഫാക്ടർ 5ഉം 2ഉം നമ്മളിവിടെ പറയും ഹെൽപ്പിംഗ് ഫാക്ടേഴ്സ് ആണ്. നേരിട്ട് ഇതിനകത്ത് ഇങ്ങനെ അത് മാറി ഇത് മാറി എന്നൊന്നും നമ്മൾ പറയാറില്ല. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കാനായിട്ട് 8ഉം 5ഉം പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് 13ഉം ഇങ്ങനെ തന്നെ ഉള്ളതാണ്. 13ഉം ഒരു ഹെൽപ്പിംഗ് ഫാക്ടർ ആണ്. സോ 8 + 5 = 13 എന്ന് ഓർത്തിരിക്കുക. 8 + 13 ഹെൽപ്പിംഗ് ഫാക്ടർ ഓർത്തിരിക്കാം. നമ്മൾ ഇനിയും കുറച്ച് കണക്കൂടി ഇതിനകത്ത് പറയും. ഇനി രണ്ട് പാത്വേയുടെയും അവസാനം ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും കോമൺ പാത്വേ ആണ്. ഈ കോമൺ പാത്വേ അവസാനിക്കുന്നത് ഫാക്ടർ 10ലാണ്. ഫാക്ടർ 10 കൺവേർട്ടഡ് ഇൻടു 10A എന്നാണ് നമ്മൾ പറയുന്നത്. സോ 10 ഓർത്തിരിക്കുക. ഈ 10 ആണ് നമ്മുടെ ഈ പാത്വേ മൊത്തം പഠിക്കാനുള്ള നമ്മുടെ കോഡാണ് 10 എന്ന് പറയും. സോ എല്ലാ കോഡും നമ്മൾ 10ൽ അവസാനിപ്പിക്കും. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫാക്ടർ ഒന്നും ഓർത്തിരിക്കാതെ തന്നെ 10ലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. സോ കോഡാണ് ഓർത്തിരിക്കുക, അത് ഇവിടുത്തെ 10ആണ്. സോ നമുക്ക് ആദ്യം എക്സ്ട്രിൻസിക് പാത്വേ തുടങ്ങാം. എക്സ്ട്രിൻസിക് മൊത്തം ഒന്നും എഴുതുന്നില്ല. എക്സ്ട്രിൻസിക് പാത്വേ. സോ ഇതാണ് വേഗത്തിൽ നടക്കുന്നത്. 30 സെക്കൻഡ് മതി എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാൻ ഇപ്പോൾ ഓർത്തോണ്ടങ്ങ് വേഗം പറയാണ്. എക്സ്ട്രിൻസിക് പാത്വേയുടെ പ്രവർത്തനം ശരിയാണോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്. അതിന് നമ്മൾ പ്രോത്രോംബിൻ ടെസ്റ്റ് എന്നാണ് വിളിക്കുക. പ്രോത്രോംബിൻ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫൈൻഡിങ് ഔട്ട് എക്സ്ട്രിൻസിക് പാത്വേ ശരിയാണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് അറിയാനുള്ള ടെസ്റ്റ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് എക്സ്ട്രിൻസിക് പാത്വേയിലേക്ക് വന്നാൽ എക്സ്ട്രിൻസിക് പാത്വേയിൽ നമ്മൾ പറഞ്ഞു ബ്ലഡ് മുറിഞ്ഞതിന് ശേഷം ബ്ലഡ് ടിഷ്യൂസ് ആയിട്ട് കോണ്ടാക്ട് ആവുമെന്ന് പറഞ്ഞു. സോ ടിഷ്യൂ ആയിട്ട് കോണ്ടാക്ട് ആകുമ്പോൾ അവിടെ ഒരു ഫാക്ടർ ഉണ്ട്, ടിഷ്യൂ ഫാക്ടർ എന്നാണ് അതിന്. ടിഷ്യൂ ഫാക്ടർ ഈസ് റിലീസ്. ഈ ടിഷ്യൂ ഫാക്ടറിനെ നമുക്ക് വേറെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് വിളിക്കാം. ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ. സോ ഇതാണ് ഫാക്ടർ നമ്പർ 3. സോ ഫാക്ടർ നമ്പർ 3യെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ട്. ഫാക്ടർ നമ്പർ 3 റിലീസ്ഡ് ആയി. ഈ ഫാക്ടർ നമ്പർ 3 എന്തിനെയാണ് കൺവേർട്ട് ചെയ്യുക? ഫാക്ടർ നമ്പർ 3 കൺവേർട്സ് ഫാക്ടർ നമ്പർ 7നെ ഫാക്ടർ നമ്പർ 7നെ 7A ആക്കി മാറ്റും ബൈ ദിസ് ഫാക്ടർ നമ്പർ 3. ആൻഡ് ഈ 7A എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 7A നമ്മുടെ ഫാക്ടർ നമ്പർ 10നെ 10A ആക്കി മാറ്റും. ആൻഡ് ഇവിടെ ഫാക്ടർ നമ്പർ 7Aക്ക് കുറച്ച് ആൾക്കാരുടെ കൂടെ സഹായം വേണം. ഒന്ന് പ്ലേറ്റ്ലെറ്റ്സിൽ നിന്നുള്ള ഫോസ്ഫോലിപ്പിഡ്സിന്റെ സഹായം വേണം, കാൽഷ്യത്തിന്റെ സഹായം, ആൻഡ് ഓൾസോ ദിസ് ത്രോംബോപ്ലാസ്റ്റിന്റെയും കൂടി സഹായം വേണം. ത്രോംബോപ്ലാസ്റ്റിന്റെ കൂടി സഹായത്തോടു കൂടി ഫാക്ടർ 10നെ 10 ആക്കുന്നു. സോ ഫാക്ടർ നമ്പർ 3 3 സോ ദിസ് ഇസ് 3, ഇത് 7 ആണ്. ദിസ് ഇസ് 7 + 3 = 10. ഇതാണ് നമ്മുടെ 10ന്റെ കണക്ക്. സോ ഇവിടെ 10ന്റെ കണക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ഫാക്ടർ നമ്പർ 7Aക്ക് വേറൊരാളെയും കൂടി ആക്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് ഇപ്പുറത്തെ പാത്വേ ആണ്. ഈ പാത്വേയുടെ പേര് ഇൻട്രിൻസിക് പാത്വേ ആണ്. ഇൻട്രിൻസിക് പാത്വേയിലെ ഫാക്ടർ 9നെ 9A ആക്കാനുള്ള കഴിവ് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. പക്ഷെ അത് നമുക്ക് പരീക്ഷിക്കുന്ന എഴുതിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ആൻഡ് ഈ ഫാക്ടർ നമ്പർ 10A ഇങ്ങനെ ഉണ്ടായ സാധനത്തിന് നമ്മൾ വിളിക്കുക പ്രോത്രോംബിൻ ആക്ടിവേറ്റർ എന്നാണ്. പ്രോത്രോംബിൻ ആക്ടിവേറ്റർ എന്ന് വിളിക്കാം. ആൻഡ് ഫാക്ടർ നമ്പർ 7ന്റെ പേര് പ്രീ കൺവേർട്ടിൻ എന്ന് വിളിക്കാം. സോ ഇതൊന്നും അത്ര ഫേമസ് അല്ല ഫാക്ടർ നമ്പർ 7, പക്ഷെ ത്രോംബോപ്ലാസ്റ്റിൻ ഫേമസ് ആണ്. ഇത് നമ്മൾ പറയാറുണ്ട് പ്രോത്രോംബിൻ ആക്ടിവേറ്റർ, കാരണം ഇത് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്ന സംഭവമാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിന്റെ പേരുകൾ ഞാൻ ഇങ്ങനെയാണ് പഠിപ്പിക്കുക. പ്രത്യേകം പേരുകൾ ഇതാണെന്ന് കാണാപ്പാടം പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് എക്സ്ട്രിൻസിക് പാത്വേ ആണ് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ സ്ലൈഡിൽ ഞാനിവിടെ 10 എന്നാണ് എഴുതിയത്, ഇത് 9 ആണ്. 9നെ 9 ആക്കാൻ കൂടി പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്, തിരുത്തിയേക്കാം. അപ്പൊ ഇനി നമുക്ക് ഇൻട്രിൻസിക് പറയാം. ഇൻട്രിൻസിക് പാത്വേ ഞാൻ പറഞ്ഞു ഒരു 4 to 5 മിനിറ്റ് പിടിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇത്തിരി സമയം പിടിക്കുന്ന പാത്വേ ആണ്. സോ ഇവിടെ കാര്യങ്ങൾ തുടങ്ങുന്നത് ഫാക്ടർ 12ൽ നിന്നാണ്. 12 എന്ന് പറയുന്ന ഫാക്ടറിൽ നിന്നാണ് കാര്യങ്ങൾ തുടങ്ങുക. ഇത് ദിസ് ഫാക്ടർ 12 ഓർ അതിന് നമുക്ക് ഹെഗ്മൻ ഫാക്ടർ എന്ന് കൂടി വിളിക്കും. ഹെഗ്മൻ ഫാക്ടർ ഫേമസ് പേരാണ് ഹെഗ്മൻ ഫാക്ടർ എന്നുള്ളത്. സോ ഇത് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള കൊളാജിനുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ, അല്ലെങ്കിൽ ഹൈ മോളിക്കുലാർ വെയിറ്റ് കൈനിനോജനുമായിട്ട് കണ്ടുമുട്ടും, അല്ലെങ്കിൽ കാലിക്രീൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ബ്ലഡിൽ ഉള്ളതാണ്.
ഉള്ളതാണ്, അല്ലെങ്കിൽ കൊളാജിന്റെ അവിടെയൊക്കെ ഉള്ളതാണ്. ഓക്കെ, കണ്ടുമുട്ടുമ്പോഴേ ഇത് ആക്റ്റീവ് ആകും. ആക്റ്റീവ് ആകുമ്പോൾ എന്താകും? 12 A ആയിട്ട് ആക്റ്റീവ് ആകും. 12 becomes 12A ആകും. ആൻഡ് ബ്ലഡിൽ വെച്ചും ഇത് ആക്റ്റീവ് ആകുമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് ആക്റ്റീവ് ആകുന്നത് ഹൈലി നെഗറ്റീവ് ചാർജ് ഉള്ള ഗ്ലാസ് സർഫസ് വെച്ച് മുട്ടുമ്പോഴാണ്. സോ അപ്പൊ ഇതും നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് എന്ന് ഓർത്തിരിക്കുക. സോ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള എന്തുമായിട്ടും ബന്ധപ്പെടുമ്പോഴത്തേക്കും 12A ആയിട്ട് മാറും. ഈ 12A ഇനി 11A ആക്കി മാറ്റും. സോ 11A ആക്കി മാറ്റുന്നത് 12 to 12A ആണ്. ഈ 11A എന്തിനെന്താക്കി മാറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ട്. 9നെ 9A ആക്കി മാറ്റും. ഓക്കെ, 9നെ 9A ആക്കി മാറ്റുന്നതാണ് 11Aയുടെ പരിപാടി. ആൻഡ് ഫാക്ടർ 9ന്റെ പേര് ഞാൻ പറഞ്ഞില്ല. ഫാക്ടർ 9ന്റെ പേര് ക്രിസ്മസ് ഫാക്ടർ എന്നാണ് ഫാക്ടർ 9നെ വിളിക്കുക. ക്രിസ്മസ് ഫാക്ടർ 11 അത്ര ഫേമസ് പേരൊന്നുമില്ല. ഓക്കെ, പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇവിടെ ടിഷ്യൂ ആണെങ്കിൽ ഇത് പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഫാക്ടർ 11 വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ ഇത് ഫേമസ് ആണ്, ക്രിസ്മസ് ഫാക്ടർ എന്നാണ് ഇത് പറയാം. ആൻഡ് ഫാക്ടർ 9A ഉണ്ടായതാണ് ഇവിടെ ഇനി വീണ്ടും 10നെ 10A ആക്കി മാറ്റുക. സോ 10 ഫാക്ടറിന്റെ പേര് എന്തായിരുന്നു? സ്റ്റുവർട്ട് ഫാക്ടർ എന്നാണ് പറയാം. സ്റ്റുവർട്ട് ഫാക്ടർ എന്നാണ് ഇതിന്റെ പേര്. സോ 9A 10നെ 10A ആക്കുന്നു. ഇവിടെ ഏതായിരുന്നു? 7A 10നെ 10 ആക്കും. സോ ഇവിടെ വെച്ചിട്ടാണ് ഇത് രണ്ടും കൂടി കൂട്ടിയും യോജിക്കുന്നത്. ആൻഡ് ഇതിന് 9Aക്ക് ഇതാക്കി മാറ്റാനായിട്ട് 8Aയുടെ സഹായം ആവശ്യമുണ്ട്. സോ 8Aയുടെ സഹായം കൂടി കിട്ടിയാൽ മാത്രമാണ് ഫാക്ടർ 9Aക്ക് 10A ആക്കാൻ പറ്റത്തുള്ളൂ. 8A മാത്രം പോരാ, കാൽഷ്യത്തിന്റെ സഹായം ആവശ്യമാണ്. ദെൻ ഫോസ്ഫോലിപിഡ്സ് ഫ്രം എവിടെ നിന്നാണ്? പ്ലേറ്റ്ലെറ്റ്സ്. സോ പ്ലേറ്റ്ലെറ്റ്സ് ഇവിടെയും വേണം. പ്ലേറ്റ്ലെറ്റ്സ് എന്നാണ് ഇവിടെ കിട്ടുക. ഇവിടെയും പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. സോ ഇപ്പൊ എന്തായി? 10 becomes 10A ആയി. സോ രണ്ടും 10A കൊണ്ടുവന്നു. പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ഉണ്ടായി. സോ ഇവിടെ എവിടെയാണ് 10 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 12 ആണല്ലോ. 12ന്റെ ആദ്യത്തെ അക്ഷരം T ആണ്. 12. ഇത് 11 ആണ്. 11ന്റെ ആദ്യത്തെ അക്ഷരം E ആണ്. ഇത് 9 ആണ്. 9ന്റെ ആദ്യത്തെ അക്ഷരം E ആണ്. സോ 10 കിട്ടിയല്ലോ. സോ ഇങ്ങനെയാണ് നമ്മൾ ഇതും 10 ആക്കിയത്. സോ ഈ വഴിയും 10, ഈ വഴിയും 10. പക്ഷെ ഇവിടെ ഒരു 8 കൂടി ഉണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. 10-8 എന്ന് വേണമെങ്കിൽ പഠിക്കാം. 10-8 ബിക്കോസ് 8A ആണ്. ആക്ച്വലി ഈ 8A ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. 8Aയുടെ പേര് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പേരാണ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്നാണ് 8A വിളിക്കുന്നത്. ആന്റി ഹീമോഫിലിക് ഫാക്ടർ നമ്മൾ പലപ്പോഴും കുത്തിവെക്കുന്നത് ദിസ് 8A ആണ്. ഓക്കെ, ഫാക്ടർ 10ന്റെ പേര് സ്റ്റുവർട്ട് ഫാക്ടർ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സാധാരണ രീതിയിൽ ഈ ഫാക്ടർ 8 എന്ന് പറയുന്നത് ഫാക്ടർ 8 ഇങ്ങനെയാണ്. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച വോൺ വില്ലെബ്രാൻഡ് ഫാക്ടറുമായിട്ട് ചേർന്നിരിക്കുകയായിരിക്കും. സോ ഇത് മാറ്റുമ്പോഴാണ് ഇത് ഫാക്ടർ 8A ആകുന്നത് എന്ന് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, സോ നമുക്കിതിനെ പ്രോത്രോംബിൻ കൺവേർട്ടറിനോ പ്രോത്രോംബിൻ കൺവേർട്ടർ ആണ്, ആക്ടിവേറ്റർ അല്ല. പ്രോത്രോംബിൻ കൺവേർട്ടർ ആയി എന്ന് നമുക്ക്. സോ ഇനി ഈ ഇൻട്രിൻസിക് ഫാക്ടറിന്റെ പ്രവർത്തനം ശരിയാണോ? ഇവിടെ നമ്മൾ പ്രോത്രോംബിൻ ടൈം പഠിച്ചു. ഇവിടെ വേറൊരെണ്ണം ഉണ്ട് അതേപോലെയുള്ള ടെസ്റ്റ്. അതിനെ നമ്മൾ PTT എന്നാണ് വിളിക്കുക. PTT മീൻസ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം എന്നാണ് അതിനെ വിളിക്കുക. സോ നമ്മൾ ബ്ലഡിൽ പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രിൻസിക് ആക്ടിവിറ്റി ഈ പാത്വേ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രിൻസിക് പാത്വേ, PT ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രിൻസിക് പാത്വേ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് കൂടി മനസ്സിലാക്കാം. സോ ഇൻട്രിൻസിക് പാത്വേയും എക്സ്ട്രിൻസിക് പാത്വേയും ഒന്നായ സ്ഥിതിക്ക് ഇനി നമുക്കതിനെ കോമൺ പാത്വേ എന്ന് വിളിച്ചൂടെ? കോമൺ പാത്ത്. ഇവിടുത്തെ 10ന്റെ കണക്ക് നമുക്ക് കിട്ടി. ഇവിടുത്തെ 10ന്റെ ഇവിടുത്തെ നമ്മൾ 10 TEN ആണ്. അതിന്റെ കൂടെ ഒരു 8 കൂടി എന്ന് ഓർക്കുക. ഇവിടെ 3 + 7 ആയിരുന്നു. ഇവിടെ 10 കിട്ടിയത്. സോ 10 ഈസ് കൺവേർട്ടഡ് ഇൻടു 10A. ഇങ്ങനെ എഴുതാൻ പാടില്ല കേട്ടോ. എഴുതേണ്ടത് ഇങ്ങനെ തന്നെ എഴുതണം. റോമൻ ലെറ്ററിലാണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി 10Aയുടെ പണി എന്താണ്? 10A ചെയ്യുന്നത് 10A കൺവേർട്സ് ഫാക്ടർ 2 ഇങ്ങനെ എഴുതുക. ഫാക്ടർ 2നെ ഫാക്ടർ 2A ആക്കി മാറ്റുകയാണ് 10Aയുടെ പണി. ഇതിന് അദ്ദേഹത്തിന് കാൽഷ്യത്തിന്റെ സഹായം വേണം, വേറൊരാളുടെ കൂടെ സഹായം വേണം. അതാണ് ഫാക്ടർ 5. ഫാക്ടർ 5ന്റെ സഹായവും കൂടി ആവശ്യമാണ്. ദെൻ ഫോസ്ഫോലിപിഡ്സിന്റെയും കൂടി സഹായം ആവശ്യമാണ്. സോ ഈ ഫാക്ടർ 5ന്റെ വേറൊരു പേര് പ്രോ ആക്സിലറിൻ എന്നാണ്. പ്രോ ആക്സിലറിൻ അത്ര ഫേമസ് ഒന്നല്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു. എല്ലാത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഫാക്ടർ 2 എന്തുവാ? ഫാക്ടർ 2 ഈസ് പ്രോത്രോംബിൻ ആണ്. പ്രോത്രോംബിൻ നമ്മൾ ഇതായിരിക്കും പഠിക്കുക. ഫാക്ടർ 2 ഒന്നും പഠിക്കാറില്ല. പ്രോത്രോംബിൻ ഈസ് കൺവേർട്ടഡ് ഇൻടു ത്രോംബിൻ ബൈ ഫാക്ടർ 10A എന്നായിരിക്കും നമ്മൾ പഠിക്കുക. അതുകൊണ്ടാണ് ഇതിനെ പ്രോത്രോംബിൻ
പ്രോത്രോംബിൻ കൺവേർട്ടർ എന്ന് പറയാം. പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നതുകൊണ്ടാണ് നമ്മൾ പ്രോത്രോംബിൻ കൺവേർട്ടർ എന്ന് പേര് കൊടുത്ത് ഇദ്ദേഹത്തെ വിളിക്കും. ഓക്കെ, ഇനി ഫാക്ടർ 2A ബണി എന്താ? ഫാക്ടർ 2A ത്രോംബിനാണ്. ത്രോംബിൻ നമ്മൾ ഫാക്ടർ 1നെ 1A ആക്കി മാറ്റും. 1ന്റെ പേരെന്താണ് നമുക്കറിയാം, ഫൈബ്രിനോജൻ. ഫൈബ്രിനോജനെ എന്താക്കി മാറ്റും? ഫൈബ്രിൻ ആക്കി മാറ്റുന്നതാണ് ഫാക്ടർ 2A. സോ ഇവിടെയും കാൽഷ്യം വേണം, ഇവിടെയും കാൽഷ്യം വേണം എന്ന് ഓർത്ത് വെച്ചേ. ഓക്കെ, സോ നമുക്ക് കിട്ടിപ്പോയി. നമുക്ക് ഫൈബ്രിനാണ് നമുക്ക് ആവശ്യം. ഇനിയും തീർന്നിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. നമുക്ക് വേണ്ടത് ഫൈബ്രിനാണ്. സോ ഫൈബ്രിൻ കിട്ടി. അപ്പൊ ഇവിടെ 10 എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇത് 10 ആണ് മുകളിൽ. ഓക്കെ, ദെൻ ഇവിടെ ഫാക്ടർ 5 ഞാൻ പറഞ്ഞു, ആകുന്നത് 2 ആണെന്ന് ഞാൻ പറഞ്ഞു. 1 നമ്മളൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കിയാൽ 5 × 2 × 1 ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും 10. ഓക്കെ, സോ ഇവിടുത്തെ കോഡ് 5 പക്ഷേ കോഫാക്ടർ ആണ്. 2 1 ആണ്. 5 × 2 × 1 ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 10. സോ ഇവിടെയും 10, ഇവിടെയും 10, ഇവിടെയും 10. ഇതാണ് എന്റെ 10ന്റെ കോഡ്. ഓക്കെ, ഇതൊരു ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോഡാണ്. ഇനി നമുക്ക് ഈ കിട്ടിയ ഫൈബ്രിനെ, ഈ ഫൈബ്രിൻ, ഓക്കെ, ഫൈബ്രിൻ നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി ഫൈബ്രിനെ നമുക്ക് ഫൈബ്രിൻ ത്രെഡ്സ് ആക്കി മാറ്റണം. ഓക്കെ, അതിന് നമുക്ക് വേറൊരാളുടെ സഹായം ആവശ്യമാണ്. സോ ഫൈബ്രിൻ ഈസ് കൺവേർട്ടഡ് ഇൻടു ഫൈബ്രിൻ. ഫൈബ്രിൻ ത്രെഡ് ആക്കി മാറ്റാൻ ലാസ്റ്റത്തെ ഏറ്റവും അവസാനത്തെ ആളാണ് ഫാക്ടർ 13. ഫാക്ടർ 13 നമുക്ക് ഇവിടെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത്. സോ ഫാക്ടർ 13ന്റെ പേര് ഫൈബ്രിൻ സ്റ്റെബിലൈസിംഗ് ഫാക്ടർ എന്നാണ്. ഫൈബ്രിൻ സ്റ്റെബിലൈസിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ അലി വെള്ളത്തിൽ അലിയുന്ന ഫൈബറിനെ അലിയാത്ത രീതിയിലുള്ള ഫൈബറിനാക്കി മാറ്റുകയാണ്. അപ്പൊ നമുക്ക് ഫൈബ്രിൻ കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത് നോക്കാം. സോ നമ്മളിവിടെ 2 ടെസ്റ്റ് കാര്യം പറഞ്ഞായിരുന്നു. എക്സ്ട്രിൻസിക് പാത്വേ ആണെങ്കിൽ PT ആണ്, ഇൻട്രിൻസിക് ഫാക്ടർ ആണെങ്കിൽ PTT ആണ് എന്ന് പറഞ്ഞ മാതിരി കോമൺ പാത്വേക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിന്റെ പേര് INR, ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ എന്നാണ് അതിന്റെ പേര്. സോ ഇത് നോക്കിയിട്ടാണ് പല മരുന്നുകൾ, ഉദാഹരണം വാർഫാരിൻ പോലെയുള്ള മരുന്നുകളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും INR എത്രയാണ് എന്ന് നോക്കിയിട്ടാണ് അതിന്റെ ഡോസ് ഒക്കെ തീരുമാനിക്കുക. സോ ദിസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ട്രീറ്റ്മെന്റ് ഓഫ് ആന്റികോയാഗുലൻ. അതൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സോ ഇങ്ങനെ ഉണ്ടായ ഫൈബ്രിൻ ദാ ഇവിടെ നേരത്തെ പറഞ്ഞ നമ്മളുടെ ഇത് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ആണ്. അതിന്റെ പുറത്ത് ഇങ്ങനെ അങ്ങോട്ട് വന്ന് പിടിക്കും. സോ നമുക്ക് ഫൈബ്രിൻ ത്രെഡ്സ് ആണ്. ഫൈബ്രിൻ ത്രെഡുകൾ ഇതിന്റെ പുറത്ത് ഇങ്ങനെ വന്ന് ചേരുകയും അതിന്റെ പുറത്ത് വീണ്ടും പ്ലേറ്റ്ലെറ്റുകളൊക്കെ വന്ന് ഒട്ടിച്ചേരുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതിനെ ഇളകി പോവില്ല. സോ ഇറ്റ്സ് നൗ എ സെക്കൻഡറി ഹീമോസ്റ്റാറ്റിക് പ്ലഗ് കിട്ടി. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്ലോട്ട് ഫോർമേഷൻ, ഫൈബ്രിൻ ത്രെഡ് ഫോർമേഷൻ എന്ന് പറയും. സോ നമുക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ക്ലോട്ട് എന്നേക്കുമായിട്ട് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇനി 4ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകേണ്ടി വരും. അതിനെ നമ്മൾ ക്ലോട്ട് റിട്രാക്ഷൻ എന്നാണ് വിളിക്കുക. ക്ലോട്ട് റീട്രാക്ഷൻ, ചുരുങ്ങുക എന്നാണ് റിട്രാക്ഷൻ. ആൻഡ് റിപ്പയർ, അവിടെ റിപ്പയർ ചെയ്യുക, വീണ്ടും പഴയ രീതിയിൽ രക്തം ഇതിലെ കൂടി കൃത്യമായിട്ട് പോകുന്ന രീതിയിൽ പഴയ രീതിയിലേക്ക് ആക്കുക. സോ ഒരു 30 to 60 മിനിറ്റിനുള്ളിൽ ഈ ക്ലോട്ടിന്റെ അകത്തുള്ള സിറം പുറത്തേക്ക് ഇങ്ങനെ വരും. ഇപ്പോഴാണ് നമ്മുടെ മുറിവിന്റെ അവിടെ നമുക്ക് ഇങ്ങനെ വെള്ളം പോലെ നമ്മൾ കാണുക. സിറം ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുമ്പോഴത്തേക്കും ഏകദേശം ഒരു 40% സൈസ് അങ്ങോട്ട് കുറയും. 40% സൈസ് കുറയും. സോ ഇവിടെ പ്ലേറ്റ്ലെറ്റ്സിന് ചുരുങ്ങാൻ തുടങ്ങുന്നു. പ്ലേറ്റ്ലെറ്റ്സ് ചുരുങ്ങുന്നു. ഓക്കെ, താഴത്തുള്ള സ്മൂത്ത് മസിലുകൾ വികസിക്കാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ എന്താ പറയാ, വികസിക്കല്ല, ചുരുങ്ങാൻ തുടങ്ങുന്നു. സോ നമുക്ക് ഈ ഭാഗവും തമ്മിൽ ഇങ്ങനെ അങ്ങനെ അടുപ്പിക്കണം, അല്ലെ, വീണ്ടും അടുപ്പിക്കുക. സോ ആക്ടിൻ മയോസിൻ ഫിലമെന്റുകളൊക്കെ അങ്ങ് എന്താ പറയാ, ആക്ടിൻ മയോസിൻ നമുക്കറിയാം ഇങ്ങനെയാണ് ഇരിക്കുക, ആക്ടിനും മയോസിനും. ഓക്കെ, സോ അത് അങ്ങോട്ടേക്ക് വരും, അടുപ്പിക്കുന്നു. സോ ഇങ്ങനെ അടുപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഭാഗം കൂടി ചേരണം, ഇവിടുത്തെ മസിൽസും കൂടി ചേരണം. ഈ മസിൽ വികസിക്കണമെങ്കിൽ നമുക്ക് വി നീഡ് സം ഗ്രോത്ത് ഫാക്ടേഴ്സ് വേണ്ടി വരും. അത് പ്ലേറ്റ്ലെറ്റ് നിന്നാണ് വരുന്നത്. പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, പ്ലേറ്റ്ലെറ്റിൽ നിന്ന് വരുന്ന സംഭവങ്ങളാണ്. പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ് വരുമ്പോൾ ഇവിടുത്തെ സ്മൂത്ത് മസിൽസ് വികസിക്കാൻ തുടങ്ങും. വികസിക്കാന്ന് വെച്ചാൽ പ്രോലിഫറേഷൻ ഉണ്ടാകും. അവിടെ നശിച്ചു പോയ സ്മൂത്ത് മസിൽസ് എല്ലാം വീണ്ടും പ്രോലിഫറേറ്റ് ചെയ്യുന്നു, വലുതാകുന്നു. സോ വീണ്ടും പഴയ പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് പ്ലേറ്റ്ലെറ്റിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന അടുത്തത്. സോ ഇനി ഇവിടെ എൻഡോത്തീലിയൽ സെൽസ് ശരിയാകണം. എൻഡോത്തീലിയൽ സെൽസ് ശരിയാണെങ്കിൽ വാസ്കുലാർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ കൂടി വരുന്നുണ്ട്. സോ വാസ്കുലാർ എൻഡോത്തീലിയൽ എന്ന് വെച്ചാൽ വാസ്കുലാർ ബ്ലഡ് വെസൽ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ. സോ എൻഡോത്തീലിയൽ ലെയർ പുതുതായിട്ട് ഇങ്ങനെ വളർന്ന് വികസിച്ചു. സോ അതിന് വാസ്കുലാർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ വരുന്നു. മുറിവിന് ചുറ്റുമുള്ള എൻഡോത്തീലിയൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിനെ റീജനറേറ്റ് ചെയ്യും. സോ അപ്പോഴത്തേക്കും റിപ്പയർ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നു. റിപ്പയർ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇതിങ്ങോട്ട് ഇളകി പോകണം, അല്ലെ, ഇളകി പതുക്കെ പുറത്തേക്ക് പോകണം. ഇത് സ്കിന്നിന് പുറത്താണെങ്കിൽ പതിയെ ഇവിടെ ഇങ്ങനെ വളർന്നു വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ അങ്ങോട്ട് പോകും. പക്ഷെ ഇപ്പൊ അകത്താണെന്ന് വിചാരിക്കുക. അകത്താണെങ്കിൽ ഈ ഫൈബ്രിൻ ത്രെഡ്സിനെ അലിയിക്കണം. സോ 5ാമത്തെ സ്റ്റെപ്പ് ഈസ് ഫൈബ്രിനോലൈസിസ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. സോ ഫൈബ്രിനെ അലിയിക്കണം. ആര് ഉണ്ടായ ഫൈബ്രിനെ അലിയിപ്പിക്കുക, നശിപ്പിക്കുക. സോ ഇതിന് ഇവിടെയുള്ള സെൽസ്, എൻഡോത്തീലിയൽ സെൽസിന്റെ അവിടെയുള്ള ഒരു സംഭവമാണ്. അതിന് നമ്മൾ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്നാണ് വിളിക്കുക. അല്ലെങ്കിൽ നമ്മൾ അവയെ TPA എന്ന് വിളിക്കും. ഫേമസ് ആണ് TPA.
TPA. സോ TPA ആക്റ്റീവ് ആകുന്നു. TPA എന്താ ചെയ്യുക? ബ്ലഡിൽ ഇങ്ങനെയുള്ള ഒരു പ്രോട്ടീന്റെ പേരാണ് പ്ലാസ്മിനോജൻ. പ്ലാസ്മിനോജനെ പ്ലാസ്മിൻ ആക്കി മാറ്റും. പ്ലാസ്മിൻ. സോ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ പ്ലാസ്മിനോജൻ എന്ന് വെച്ചാൽ ഇനാക്റ്റീവ് ആണ്, അതിനെ പ്ലാസ്മിൻ ആക്കി മാറ്റും. സോ പ്ലാസ്മിൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. പ്ലാസ്മിൻ ആണ് ഇവിടെയുള്ള ഈ സംഭവങ്ങളെ തിന്ന് നശിച്ച് അല്ലെങ്കിൽ അലിയിച്ച് കളയുക. സോ ഫൈബറിനെ നശിപ്പിക്കുന്ന ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേരാണ് പ്ലാസ്മിൻ എന്ന് നമ്മൾ പറയുക. സോ നമ്മൾ TPA അനലോഗ്സ് ഒക്കെ ഒരുപാട് മരുന്നുകളായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ആൾട്ടിപ്ലേസ് റിട്ടിപ്ലേസ് എന്നൊക്കെ പറയുമ്പോൾ ശരീരത്തിനകത്ത് ഹൃദയാഘാതം വന്നു, രക്തം കട്ട പിടിച്ചു എന്ന് പറയുമ്പോൾ കട്ട അലിയിക്കാൻ എന്ത് ഉപയോഗിക്കുന്നു വെച്ചാൽ ഈ സംഭവമാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ. സോ വാട്ട് ഇറ്റ് ഡു പ്ലാസ്മിനോജനെ പ്ലാസ്മിൻ ആക്കുന്നു. ഈ പ്ലാസ്മിൻ ഇത് അലി. ഓക്കെ, സോ അലിച്ച് കഴിയുമ്പോഴത്തേക്കും ക്ലോട്ട് മാറി. ഇനി ഇത് അലിയിക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു സാധനം കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ പേര് ഡി ഡൈമർ എന്നാണ്. സോ നമ്മളൊരു രക്തത്തിൽ കട്ടൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് പലപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഡി ഡൈമർ ഉണ്ടോ എന്ന് നോക്കും. സോ അതും കൂടി ഒന്ന് മനസ്സിലായി ജസ്റ്റ് കേട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാം പരീക്ഷയ്ക്ക് എഴുതാനും പഠിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതൊക്കെ ഒന്ന് കേട്ട് വെച്ച് കഴിഞ്ഞാൽ ഡി ഡൈമർ എന്ന് പറയുമ്പോൾ ഇതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ എവിടെ തുടങ്ങി? വാസോ കൺസ്ട്രക്ഷനിൽ തുടങ്ങി, പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ ആയി. അവിടെ നിന്ന് നമ്മൾ പല രീതിയിൽ ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് വഴി ക്ലോട്ട് ഫോം ചെയ്തു. കുറെ നേരം കഴിയുമ്പോൾ ക്ലോട്ട് വേണ്ട, അതിനെ നമ്മൾ റിട്രാക്ട് ചെയ്തു, റിപ്പയർ ചെയ്തു, അവസാനം ക്ലോട്ടിനകത്തുള്ള ഫൈബറിനെ അലിയിച്ചും കളഞ്ഞു. സോ ഇതാണ് എന്ത് ഹീമോസ്റ്റാസിസ് മൊത്തം എന്ന് പറയും. അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്ന പ്രക്രിയ, രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന മുറിവിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അത് ഉണങ്ങുകയും കട്ട പിടിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ ഹീമോസ്റ്റാസിസ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടൈം ഓൺ.